മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരും അവൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമായ പ്രിയ സഹോദരങ്ങളെ, 50 ദിവസത്തെ നോമ്പുകാല ചിന്തകളുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. സ്ത്രീകളായ നമുക്ക് ഈ നോമ്പിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ ലഭിച്ച ഈ വേദിയെ ഓർത്ത് സന്തോഷിക്കാം, അഭിമാനിക്കാം. നമ്മളും നമ്മുടെ കുടുംബവും നോമ്പുകാലം ഏറ്റവും ഫലപ്രദമാക്കാൻ ഈ ചിന്തകൾ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കുന്ന ചിന്ത പേതൃത്വ ദിനത്തെക്കുറിച്ചാണ്. എന്താണ് പേതൃത്വ? എങ്ങനെയാണ് പേതൃത്വ ആചരിക്കേണ്ടത്? എന്താണ് ഇതിനർത്ഥം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. മാർത്തോമ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിൽ പുരാതന കാലം മുതലേ അനുഷ്ഠിച്ചു വരുന്ന ഒരു പരിപാവനമായ ദിവസമാണ് പേതൃത്വ ദിനം. മത്സ്യമാംസാദികളെല്ലാം വളരെ ആഘോഷപൂർവ്വം തയ്യാറാക്കി പാചകം ചെയ്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ഭക്ഷിച്ച് അവർ നോമ്പിലേക്ക് കിടക്കുകയാണ്. ഈ പേതൃത്വ ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ശേഷം അവർ തങ്ങൾ പാചകം ചെയ്ത മൺപാത്രങ്ങൾ ഉടച്ചു കളയും. കാരണം അതിനൊരു അർത്ഥമുണ്ട്. പേതൃത്വ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു തിരിച്ചുവരവ്, ഒരു ഉടച്ചു വാർക്കൽ, തിരിഞ്ഞു നോട്ടം എന്നൊക്കെയാണ്. ഇത് സുറിയാനി പദമായിട്ട് കണക്കാക്കുന്നു. എന്താണ് ഉടച്ചു വാർക്കേണ്ടത്? കുടുംബങ്ങളിലെ ബന്ധങ്ങളും സ്നേഹങ്ങളും. നമുക്കും ഈ പേതൃത്വ ദിനം ആഘോഷിക്കാൻ സാധിക്കട്ടെ. കാരണം പേതൃത്വ ദിനത്തിൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും പിടിയും കോഴിയും എന്ന വിശേഷപ്പെട്ട ഒരു ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഇതിനുശേഷം നമ്മൾ പാത്രങ്ങൾ ഉടച്ചു കളഞ്ഞെല്ലാം നവീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ തന്നെ ജീവിതത്തെ ഉടച്ചു വാർത്തുകൊണ്ട് എന്താണ് ഞാൻ നവീകരിക്കേണ്ടത്, എങ്ങോട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കേണ്ടത്? നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. ഈ 50 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞു പോയ എൻ്റെ കാലത്തിൽ ഞാൻ എന്താണ് തിരുത്തേണ്ടത്? ഞാൻ ഏതാണ് നവീകരിക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരിലും ഈ ചിന്തയുമായിട്ട് നമുക്ക് കടന്നു ചെല്ലാം. പേതൃത്വ ദിനത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും മനസ്സും ഹൃദയവും ഭാവനയും എല്ലാം ക്രൂശിതനിൽ കേന്ദ്രീകൃതമായിരിക്കണം. കാരണം ഈ കാലഘട്ടത്തെ ചിന്താവിഷയം തന്നെ ക്രൂശിതൻ്റെ ഈശോയുടെ പീഡാസഹനവും മരണവും സംസ്കാരവും ഉദ്ധാനവുമാണ്. ഈ ചിന്തകളിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കാം. വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 18-19 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം, കറയോ കളങ്കമോ ഇല്ലാത്ത തിരുരക്തത്താൽ. ഈ ചിന്തയാൽ ഈ പേതൃത്വ ദിനത്തിൻ്റെ ആഘോഷത്തിന് ശേഷം 50 ദിവസത്തെ നോമ്പുകാല ചിന്തകളിലേക്കും നോമ്പുകാല ദിനങ്ങളിലേക്കും കർത്താവ് നമ്മെ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും വരുന്ന നോമ്പിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനാ ദിനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.